ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കസിൻ്റെ ബേബിയുടെ ബാപ്റ്റിസവും നൂലുകെട്ടും ഒന്നിച്ചുള്ള ഫംഗ്ഷന് പോവാണ്. ചിക്കുൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ഫംഗ്ഷൻ നടക്കുന്നത്. അവിടെ തന്നെയാണ് അവരുടെ വീടും. ചേച്ചിയൊക്കെ ചിക്കുൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒന്നിച്ചായിരുന്നു അവിടെ നിന്ന് പോയത്. ചേച്ചിയും റബേക്കയും ട്വിന്നിങ് ആണ്. പൊതുവെ അങ്ങനെയാണ്, ചേച്ചി ഏതെങ്കിലും ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വെച്ച് റബേക്കയ്ക്കും കൂടെ എന്തെങ്കിലും തയ്ച്ചു കൊടുക്കാറുണ്ട്. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും ബാപ്റ്റിസത്തിന്റെ പ്രയറൊക്കെ ചർച്ചിൽ നടക്കുമായിരുന്നു. നമ്മളെ കണ്ടതും സിനിമയിൽ എണ്ണം പുറത്തോട്ടിറങ്ങി. പുള്ളി അവിടെ അകത്ത് പോസ്റ്റായിട്ടിരിക്കുക. എന്താ നിൽക്കുന്നതാണ് രഞ്ജു അണ്ണൻ. അമ്മയുടെ ചേച്ചിയുടെ കൊച്ചുമോൻ്റെ ബാപ്റ്റിസമാണ്. അപ്പം അമ്മയുടെ സൈഡിലുള്ള കസിൻസിനെയൊക്കെ നമുക്കിന്ന് വീഡിയോയിൽ കാണാൻ പറ്റും. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. വരാൻ പറ്റുന്ന മാക്സിമം ആൾക്കാർ എത്തിയിട്ടുണ്ട്. കോവിഡിന് മുന്നേ വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടായിരുന്നു. കോവിഡിന്റെ ആ 2 വർഷം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതും എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റാറില്ല. പക്ഷെ എത്ര നാൾ ഗ്യാപ്പ് കഴിഞ്ഞ് കണ്ടാലും നമ്മുടെ ആ പഴയ വൈബ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ബാപ്റ്റിസം ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തു വന്നു. ഇനിയിപ്പം നൂലുകെട്ടാണ്. കുഞ്ഞുമാവ നല്ല കരച്ചിലായിരുന്നു. കുറച്ചു വർഷത്തെ പ്രാർത്ഥനകൾക്കും വെയിറ്റിങ്ങിനും ഒക്കെ ശേഷമാണ് യസ്രൻ ബീവി ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര സ്പെഷ്യലാണ്. നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സേറ, നമ്മുടെ ഫാമിലിയിലെ മൂത്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മോങ്കുട്ടനാണ്. റബേക്ക ഈ നൈസായിട്ട് സ്റ്റേജിലോട്ട് കയറി പോകുന്നത് ചിന്നു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിക്കാനാണ്. ഓൾറെഡി പുറത്തുനിന്ന് കേക്കും ഐസ്ക്രീമും ഒക്കെ കുടിച്ച് വയറ് നിറഞ്ഞതാണ് അവൾക്ക്. എന്നാലും കേക്ക് കണ്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടെ കഴിക്കണം. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. സാധാരണ നമ്മൾ ബേബിയുടെ കയ്യിലോട്ടാണ് ഇട്ട് കൊടുക്കാറ്. നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല. വെറുതെ കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ പാരൻസിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. പിന്നെ യൂഷ്വലി ഉള്ള ചളിയടിക്കും ഫുഡ് അടിക്കും ഒക്കെ ശേഷം നമ്മൾ വീട്ടിലോട്ട് വന്നു. താങ്ക്